IAS തലപ്പത്തെ അഴിച്ചുപണിയിൽ വകുപ്പ് മന്ത്രിമാർ അതൃപ്തിയിലാണ്. ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റം നടത്തിയത് റവന്യൂ മന്ത്രി അറിയാതെ. അമർഷമുണ്ടെങ്കിലും വിഷയത്തിൽ മന്ത്രിമാർ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായി നിയമിച്ചത് കണ്ണൂരിലെ നവീൻ ബാബുവിന്റെ മരണത്തിൽ വിവാദത്തിൽപ്പെട്ട അരുൺ കെ വിജയനെയാണ്. എന്നാൽ ഇതിൽ പരസ്യ പ്രതികരണത്തിന് മന്ത്രിമാർ തയ്യാറായില്ല. അത്തരം കാര്യങ്ങൾ അതൊക്കെ ഇന്നർ കാര്യങ്ങളാണ്, അകത്തുള്ള കാര്യങ്ങൾ. അത് മീഡിയറ്റ് ചർച്ച ചെയ്യാൻ ഞാനുണ്ടാവില്ല. നമുക്ക് പൊതുവായ കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. കാരണം വെച്ചാൽ പുതിയൊരു ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇലക്ഷനിൽ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ അപ്പപ്പോൾ പ്രതികരണം എന്ന രീതി എനിക്കില്ല. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജ്മൽ, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ IAS തലപ്പത്തെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട വാർത്തയും ആ ഓർഡറൊക്കെ പുറത്തു വരുന്നതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു. മന്ത്രിമാർക്കെല്ലാം തന്നെ അതൃപ്തിയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസായ വകുപ്പിലെ നിയമനമാണ്. ഡയറക്ടർ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നേരത്തെ വിവാദത്തിൽപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറാണ്. അതിലൊക്കെ തന്നെ മന്ത്രിമാർ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും അതിൽ ചർച്ചയുണ്ടാകും നാളത്തെ ക്യാബിനറ്റിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ പ്രജിൻ, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇന്നലെയാണ് പൊതുഭരണ വകുപ്പ് ഈ IAS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഉത്തരവിൽ പ്രധാനമായും 6 ജില്ലാ കളക്ടർമാർക്കാണ് സ്ഥലം മാറ്റം നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം കൂടിയുള്ളത്. ഇപ്പോൾ വിവിധ ജില്ലാ കളക്ടർമാരായിരുന്നവരെ വിവിധ വകുപ്പുകൾ ഡയറക്ടർമാരുമായും നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് ഈ വകുപ്പ് മന്ത്രി, അതായത് ഇത്തരം മാറ്റങ്ങൾ, അതായത് ഏതെങ്കിലും ജില്ലാ കളക്ടറെ മറ്റൊരു ജില്ലയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലാ കളക്ടറെ ഏതെങ്കിലും വകുപ്പ് ഡയറക്ടറായി കൊണ്ടുവരിക, ഇതിന്റെയൊക്കെ ആത്യന്തിക തീരുമാനം പോവുക എപ്പോഴും ഈ റവന്യൂ വകുപ്പിൽ നിന്നാണ്. എന്നാൽ റവന്യൂ വകുപ്പ് മന്ത്രി അനിൽകുമാർ, AP അനിൽകുമാർ, ഈ വിഷയവുമായി യാതൊരു ധാരണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതുകൊണ്ട് അദ്ദേഹവും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ അതൃപ്തി പരസ്യമായി അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ രണ്ടാമനായ PK കുഞ്ഞാലിക്കുട്ടിയുടെ വ്യവസായ വകുപ്പിൽ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് കണ്ണൂരിലെ കളക്ടറായിരുന്ന അരുൺ കെ വിജയനാണ്. നമുക്കറിയാം, ഈ അരുൺ കെ വിജയൻ നേരത്തെ PP ദിവ്യയുടെ വിഷയത്തിൽ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെ വിവാദങ്ങൾ കുടുങ്ങിയ വ്യക്തിയാണ്. അന്ന് UDFന്റെ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയനായ ഈ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറായി കൊണ്ടുവരുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞിട്ടില്ല എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളിൽ ഇപ്പോൾ നിലവിൽ മന്ത്രിമാരൊന്നും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആഭ്യന്തര കാര്യമാണ്, അതിൽ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊഴിയുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി K മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ ഇപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, തന്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിൽ താൻ അറിയാതൊരു നിയമനം നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറാനാണ് K മുരളീധരനും ശ്രമിച്ചത്. ഏതായാലും വകുപ്പ് മന്ത്രിമാർ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എങ്കിൽ പോലും നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉറപ്പായും ചർച്ചയ്ക്ക് വരുമെന്നതിൽ സംശയമില്ല. കാരണം എന്തെന്നാൽ ഈ വിഷയത്തിൽ വകുപ്പ് തല മാറ്റങ്ങൾ IAS തലപ്പത്ത് വന്നത് അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന് തീർത്ത് പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ നടക്കുന്ന ഒരു കാര്യം, ഈ റവന്യൂ വകുപ്പിന്റെ ആത്യന്തിക തീരുമാനത്തിൽ നടക്കേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ അറിവോടെ മാത്രം നടക്കുമ്പോൾ സ്വാഭാവികമായും അത് മുന്നണിക്കും സർക്കാരിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനൈക്യം നിലനിൽക്കുന്നോ എന്നുള്ള സൂചനകളും ചോദ്യങ്ങളും കൂടി ഈ നിമിഷം ഉയർത്തുന്നുണ്ട്. പ്രജിൻ, ശരി. അജ്മൽ ദിറാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.